Can you show me another one? Ma'am, see this? I don't think so. Yeah, it's good. I'm sorry. It's okay. You can take it. No, you can take it. No, it's okay. You can take it. റഹീം, Yes, sir. ഇതുപോലെ വേറെ നടക്കാം. ഇല്ല സർ, ഈ ഡിസൈനിൽ ഇതൊന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. അതെ സർ. സാരമില്ല, അതെടുത്തോളൂ. സാരമില്ല, കുട്ടി എടുത്തോളൂ. വേണ്ട, ചേട്ടൻ എടുത്തോളൂ. ഞാൻ വേറെ നോക്കാം. കുട്ടി ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, കുട്ടി എടുത്തോളൂ. ചേട്ടൻ ഇഷ്ടപ്പെട്ട എടുത്തതല്ലേ, ചേട്ടൻ എടുത്തോളൂ. എന്റെ പേര് ചേട്ടൻ എന്നല്ല. എന്റെ പേര് കുട്ടി എന്നുമല്ല, മീനാക്ഷി. മീനാക്ഷി തമ്പുരാൻ. എന്റെ പേര് മാധവൻ, പി മാധവൻ നായർ. അതിന്റെ പേര് മംഗല്യം എന്നാ. ഓ, I see. ഓ, മോതിരത്തിനൊക്കെ ഇപ്പൊ പേരുണ്ടോ? മാലയ്ക്കും കമ്മലിനും മോതിരത്തിനും ഒക്കെ ഓരോ പേരാ, അതും സിനിമാ പേര്. രാജമാണിക്യം വള, കിലുക്കം കമ്മല്, ചന്ദ്രലേഖ മാല. ഇഡ്ഡലിക്ക് വരെ പേരുണ്ട്. തമിഴ്നാട്ടിലൊരു ഇഡ്ഡലിയുണ്ട്, ഖുഷ്ബു ഇഡ്ഡലി. ഏയ് വെറുതെ. സത്യം, പഞ്ഞി പോലെ ഒരു ഇഡ്ഡലിയുണ്ട് ചെന്നൈയില്, അതിന്റെ പേരാ. ഈ മംഗല്യമോതിരം ഇട്ടാൽ ഉടനെ കല്യാണം ഉറപ്പാ, അതാ ഇത്ര ഡിമാൻഡ്. അപ്പൊ മീനാക്ഷി എടുത്തോളൂ, കല്യാണം വേഗം നടക്കട്ടെ. അപ്പൊ മാധവന്റെ കല്യാണം? എന്റെ അല്ല, എന്റെ പെങ്ങടെ. അവളുടെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മോതിരം മതി കുട്ടി. ഓ മീനാക്ഷി. സോറി. മീനാക്ഷി ഒരെണ്ണം സെലക്ട് ചെയ്ത് തരുമോ? പെണ്ണുങ്ങളുടെ ഇഷ്ടം പെണ്ണുങ്ങൾക്കല്ലേ കൂടുതൽ നിശ്ചയം. ഓക്കെ, ഞാൻ നോക്കാം. മാധവന്റെ കുടുംബമൊക്കെ ഇവിടെയാണോ? എനിക്ക് കൂടും കുടുംബമൊന്നുമില്ല. അതെന്താ? മറന്നുപോയി, ഇനി സമയമുണ്ടല്ലോ. റഹി, യെസ് മാം. യെസ്. ഇതൊന്ന് എടുക്കാവോ? ഓക്കെ. പെങ്ങള് വെളുത്തതാണോ? മീനാക്ഷിയുടെ നിറം വരും. അപ്പൊ ഇത് നന്നാവും. താങ്ക്സ്. ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. സീ യു, ബൈ. ഓക്കെ, ബൈ. ടാക്സി. ഹേയ്, കുട്ടി, സോറി. വേണ്ട വേണ്ട, ഞാൻ വേറെ വണ്ടി പിടിച്ചോളാം. വേണ്ട, എനിക്ക് ധൃതിയില്ല. അല്ല, അത് ശരിയാവില്ല. മാധവൻ എങ്ങോട്ടാ? ഞാൻ യാസ് സിറ്റി. ഓ, ഞാനും അങ്ങോട്ടാ. എന്നാ പിന്നെ ഒരുമിച്ച് പോകാം. ഓക്കെ. മാധവൻ ഈ വൈറ്റ് ഷർട്ട് നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഈ വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങുകൾക്ക് ഈ വൈറ്റ് ഷർട്ട് ഇടാറുണ്ട്. ഇത് പെട്ടെന്ന് അഴുക്കാവും. നമ്മൾ വൃത്തിയായിട്ട് ഉടുത്തൊരുങ്ങി ചെന്നില്ലെങ്കിലേ ഈ അറബികൾക്കൊക്കെ നമ്മളോടൊരു എന്താ പറയാ, ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല. മാധവൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ്. ഓ, അടുത്ത് തന്നെ ചീഫ് അക്കൗണ്ടന്റ് ആവും. ഓക്കെ. കുട്ടി എന്ത് ചെയ്യുന്നു? ഓ സോറി. മീനാക്ഷി എന്ത് ചെയ്യുന്നു? എൻ്റെ അച്ഛന് ഇവിടെ ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. ഓ, ഞാനും സിസ്റ്ററും അമേരിക്കയിലാണ്. അമ്മയില്ല. ഇടയ്ക്കിങ്ങനെ അച്ഛനെ കാണാൻ വരും. ഓ, ഓക്കെ. താങ്ക് യു. മീനാക്ഷി, അത് ശരിയാവില്ല. അല്ല, അങ്ങനെ കൊടുക്കാൻ എന്തായാലും കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും കണ്ടുമുട്ടിയാൽ ഈ കട തീരും. പ്ലീസ്. മാധവൻ, യു ക്യാൻ പേ നെക്സ്റ്റ് ടൈം. ഓക്കെ? അല്ല, അത് ശരിയായില്ല. ബൈ. പ്ലീസ്. സീ യു. സദാനന്ദ, എവിടായിരുന്നു ബോസ്? ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു, ഇപ്പോഴാ ടൂറിന് പോയത്. എന്നാ പിന്നെ അയാൾ തൂറിയിട്ട് വരട്ടെ.
അയ്യോ, അങ്ങനെ പറയരുത്. അക്കൗണ്ട് സെക്ഷനുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഞാൻ ചെക്ക് വാങ്ങിച്ചോളാം. അക്കൗണ്ടന്റ് ബിസിയാ സാറേ. സാറ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു വാ. എങ്കിൽ ഞാൻ താഴെ ഒരു കാപ്പി കുടിച്ചോണ്ടിരിക്കാം. ഓ ശരി. അല്ല, എന്നെ വിളിക്കണേ. ആ Okay. Yeah, I have it with me. Let me check it. Please wait. Okay. കുട്ടി, പിന്നെ കുട്ടി. അയ്യോ, മീറ്റിംഗ് കഴിഞ്ഞോ? ഇല്ല, അല്പം കഴിഞ്ഞ് അവർ വിളിക്കാന്ന് പറഞ്ഞു. അയ്യോ, Oh God. I'm it's really okay. sorry. കോഫി മുഴുവൻ ഷർട്ടിലായി. ആണല്ലേ? ഈ കോലത്തിൽ ഇനി മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അവരെപ്പോ വിളിക്കുന്നു അറിയില്ല. I'm extremely sorry. ഇത് ഓഫീസ് ഏരിയയാണ്. ഇവിടെ അടുത്ത് കടയൊന്നുമില്ല. അല്ല, ഒരു ഷർട്ട് വേറെ ആ ഷർട്ടിങ് അഴിച്ചു തരൂ, ഞാൻ കഴുകി തരാം. അയ്യോ, അതൊന്നും വേണ്ട. നാണിക്കണ്ട മാധവ. ഇല്ല, ഞാൻ അഴിച്ചോളാം. ഈ ജാക്കറ്റ് ഇട്ടോളൂ. അല്ല, ഇതിപ്പോ എവിടെ കൊണ്ട് കഴിയൂ? അഴുക്കി വേഗം കഴുകിയിലേക്ക് കറ പോവില്ല. അയ്യോ, ദാ. അയ്യേ, ശ്ശെ. യെസ്, കറ പോയി. ഇനി ഒന്ന് ഉണങ്ങി കിട്ടിയാ മതി. ഹലോ, സദാനന്ദ റെഡിയാ? ഡേ, ഞാൻ ഷർട്ട് ഇടാതെ വന്നാൽ ചെക്ക് കിട്ടുമോ? ഇല്ലേ? എന്നാ വേണ്ട, അത്ര തന്നെ. എനിക്ക് പ്രാന്താ. നീ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കണ്ട. എനിക്ക് ചെക്ക് ഇപ്പോൾ വേണ്ട. അത് തന്നെ, എനിക്ക് ചെക്ക് ഇപ്പോൾ വേണ്ട. ഞാൻ കാരണം ഈ ദിവസം മുഴുവൻ നാശമായി പോയി അല്ലേ? അയ്യോ, സാരമില്ല. മീനാക്ഷി പൊയ്ക്കോ. എനിക്ക് ഒരിടത്തും പോകാനില്ല. എമിഗ്രേഷനിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു വിസയുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനി ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഷർട്ട് ഉണങ്ങുന്നവരെ ഞാൻ കൂട്ടിരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നാളെ പോവുക ന്യൂയോർക്കിലേക്ക്. ഓ, പിന്നെ എപ്പോഴാണ് വരിക? ഇനി ഇങ്ങോട്ടില്ല, അച്ഛൻ അങ്ങോട്ട് വരും എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ. ഓ, ഞങ്ങളുടെ ഒരു റിലേറ്റീവാ മണവാളൻ. ലവ് മാരേജാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിലെയുള്ള പരിചയമാ. മാധവൻ ഈ വിധി, ഡെസ്റ്റിനി, തലയിലെഴുത്ത് എന്നൊക്കെ പറയുന്നതിൽ വിശ്വാസമുണ്ടോ? എനിക്കതിൽ മാത്രമേ വിശ്വാസമുള്ളൂ. നമ്മൾ തെളിച്ചു വിടുന്ന വഴിയിലൂടെയല്ല ജീവിതത്തിൻ്റെ പോക്ക്. ഒന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ കാര്യം. അമേരിക്കൻ മീനാക്ഷിയും അബുദാബി മാധവനും ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാ ഒരു കാര്യമില്ലാതെ. ഷർട്ടിൽ കുറെ കാപ്പിയും കുരു ഒഴിച്ചിട്ട്. മതി വീശിയത്. ആ ഷർട്ടിങ് താ മാധവ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കേ, ഇനി ഞാൻ ഇങ്ങോട്ടാ. ഞാൻ അങ്ങോട്ടാ. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ എ വണ്ടർഫുൾ ഡേ. സെയിം ടു യു. ബൈ. ബൈ. മീനാക്ഷി, മീനാക്ഷിയെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എനിക്കൊന്ന് തരുമോ? എന്തിനാ? അല്ല, വെറുതെ ഒന്ന് സംസാരിക്കണം, കാണണം എന്നൊക്കെ തോന്നുമ്പോൾ വിളിക്കാനാ. നമ്മൾ രണ്ടാളും വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ? അതെ. അപ്പോ ഇനിയും കണ്ടുമുട്ടാനാണ് വിധിയെങ്കിൽ കാണാമെന്ന് കരുതിക്കൂടെ? താൻ പാതി ദൈവം പാതി എന്നാണ് പ്രമാണം. വെറുതെ വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. വിധിക്കായിട്ട് ഒരു വഴി നമ്മളും വെട്ടിയിട്ട് കൊടുക്കണം. യു ആർ റൈറ്റ് മാധവ. ആ പേഴ്സൺ ഒരു നോട്ട് എടുത്തേ. രാവിലത്തെ ടാക്സിയുടെ പൈസയാണോ? ഏയ്, നോ,
ഞാൻ ഈ നോട്ടിൽ എൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ടേ. ഞാൻ ഇത് കൊടുത്ത് ഏതെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങും. എന്നെങ്കിലും ഈ നോട്ട് കറങ്ങിത്തിരിഞ്ഞ് മാധവൻ്റെ കയ്യിൽ വന്നാൽ അന്ന് വിളിക്കാം, നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ പണി നമ്മൾ ചെയ്തു, ഇനി ദൈവത്തിൻ്റെ പണി ദൈവം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പണി ദൈവം ചെയ്തു കഴിഞ്ഞില്ലേ? നമ്മൾ രണ്ടുപേരെയും കൂട്ടിമുട്ടിച്ചില്ലേ? നമ്മളായിട്ട് മനഃപൂർവ്വം പിരിഞ്ഞു പോവല്ലേ? മാധവൻ, ഞാൻ ഈ ലിഫ്റ്റിനുള്ളിൽ കയറി ഏതെങ്കിലും ഒരു ഫ്ലോറിന്റെ നമ്പർ അമർത്തും. മാധവൻ അടുത്ത ലിഫ്റ്റിൽ കയറിക്കൂ. എന്തിനാ? മാധവനും ഏതെങ്കിലും ഒരു ഫ്ലോറിന്റെ നമ്പർ അമർത്തണം. നമ്മൾ രണ്ടാളും ഒരേ ഫ്ലോറിൽ ഇറങ്ങിയാൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള ദൈവവിധി ഉണ്ടെന്നായിരിക്കും. ഇല്ലെങ്കിൽ ഗുഡ് ബൈ. ഓക്കെ? എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? നോ നോ നോ, get in. Come on. എന്താ? Let's try. മീനാക്ഷി, ഗുരുവായൂരപ്പ. ठीक है, मैं अगले महीने आऊंगा दिल्ली. ठीक है, पता की करी, तू जोगिंदर ਨੂੰ ਗੱਡੀ ਲੈ ਕੇ ਭੇਜ ਦੀ, ਤੇ ਜੇ जोगिंदर ਨਾ ਆਇਆ ਫਿਰ ਤੂੰ ਆਪ ਗੱਡੀ ਲੈ ਕੇ ਭੇਜ ਦੀ. ਪਰ ਜੇ ਤੂੰ ਆਪ ਗੱਡੀ ਲੈ ਕੇ ਨਾ ਆਈ ਫਿਰ ਤੂੰ ਆਏਂਗੇ ਤੂੰ जोगिंदर ਨੂੰ ਗੱਡੀ ਲੈ ਕੇ ਭੇਜ ਦੀ. पर जे जोगिंदर ना आया मैं तेनू फोन कर दूंगा, फिर तू उस हिसाब ਨਾਲ आएगा. नाले तू आदे कपड़े ਦਾ ਧਿਆਨ ਰੱਖੀ, ਧੋਏ ਹੋਏ ਕੱਪੜੇ ਪਾਇਆ ਕਰ, ਬਣੈਣ ਜੀ ਦਿਖੀ ਜਾਂਦੀ ਤੇਰੀ. ठीक है, चंगा सुखप्रीत, तू ਇਹਨਾਂ ਦਾ ਧਿਆਨ ਰੱਖੀ. ठीक है, मैं जाना. ठीक है, ओके. അന്ന് രാത്രി മാധവൻ ഉറങ്ങിയതേയില്ല. കണ്ണടച്ച മീനാക്ഷി, 14 വർഷം മുമ്പ് നീ മറന്നതല്ലേ ഈ പെണ്ണും പടക്കോഴിയൊക്കെ? പിന്നെ ഇപ്പൊ എവിടുന്ന് ചാടിക്കയറി വന്നു ഒരു മീനാക്ഷി? അയ്യേ വേണ്ട മാധവ, വേണ്ട. തറവാടിന്റെ പണയവും ഒരു പെങ്ങളുടെ കല്യാണവും മാത്രമേ തീർത്തിട്ടുള്ളൂ. ഇനി കിടക്കുന്നു പൊക്കിയ പൊങ്ങാത്ത ഉത്തരവാദിത്തങ്ങൾ, ഒടുക്കത്തെ ഒരു പ്രേമം. ഈ പ്രായത്തില് മണ്ണാങ്കട്ട മാങ്ങാ തൊലി കിടന്നുറങ്ങണം.